Welcome to Edu and Mom. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മിൽക്ക് ടീത്ത് ഓർ പ്രൈമറി ടീത്ത് അഥവാ പാൽ പല്ലിനെ പറ്റിയാണ്. എല്ലാ പാരൻസിനോടൊരു കൺസേൺ ആണ് കുട്ടികൾക്ക് പല്ല് വരുന്നത്. അതായത് ഫസ്റ്റ് ടീത്ത് ഏത് പ്രായത്തിലാണ് വരുന്നത്, എത്ര മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് ടീത്ത് വരുന്നത്, അഥവാ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്, നമുക്ക് എത്ര മാസം വെയിറ്റ് ചെയ്യാം, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, ഇങ്ങനെയുള്ള പല ഡൗട്ട്സും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽപ്പല്ല് മൊത്തത്തിൽ 20 എണ്ണമാണ് ഉള്ളത്. അതായത് മുകളിലത്തെ ആർച്ചിൽ 10, താഴത്തെ ആർച്ചിൽ 10, അങ്ങനെ ടോട്ടൽ 20 ടീത്ത് ആണ് ഉള്ളത്. ഇത് വരുന്ന ക്രമം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഒരു കുഞ്ഞിന് ഫസ്റ്റ് വരുന്ന ടീത്ത് എന്ന് പറഞ്ഞാൽ താഴത്തെ ആർച്ചിലാണ്, അതായത് താഴത്തെ മോണയിലാണ്. ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് മുകളിലാണ് വരുന്നത്. കാരണം ഒരു കുഞ്ഞ് ചിരിക്കുന്ന സമയത്തും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞിന്റെ മുകളിലത്തെ ആർച്ചാണ്, അതായത് മുകളിലത്തെ മോണയിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുന്നതും ആ മോണയിൽ പല്ല് വന്നിട്ടുണ്ടോ എന്നാണ്. ആദ്യം കുഞ്ഞിന് പല്ല് വരുന്നത് മുകളിലല്ല, താഴത്തെ ഫ്രണ്ടിൽ 2 ചെറിയ പല്ലാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അത് ഓരോ പല്ല് വരുന്നതിൻ്റെയും ഓർഡർ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഒരു 6 മുതൽ 10 മാസം വരെയുള്ള സമയത്തിലാണ് ഫ്രണ്ടിലത്തെ 2 ചെറിയ പല്ല് വരുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതിനുശേഷം മുകളിലത്തെ പല്ല് വരും. 8 മുതൽ 12 മാസം വരെ സമയത്തിനുള്ളിലാണ് അത് വരുന്നത്. പിന്നെ 9 മുതൽ 13 മാസത്തെ സമയത്തിൽ മുകളിലത്തെ രണ്ടാമത്തെ ചെറിയ 2 പല്ലുകൂടി വരും. അതിനുശേഷം 10 മുതൽ 16 മാസത്തിനിടയ്ക്ക് താഴത്തെ 2 ചെറിയ പല്ലും കൂടി വരും. പിന്നെ വരുന്നത് മുകളിലത്തെ ആദ്യത്തെ അണപ്പല്ലാണ്. കുഞ്ഞുങ്ങൾക്ക് ഓരോ ആർച്ചിലും ഓരോ സൈഡിലായിട്ട് 2 അണപ്പല്ല് വീതമാണുള്ളത്. അതിൽ ആദ്യത്തെ അണപ്പല്ല് മുകളിലത്തെയാണ് ഇനി വരാൻ പോകുന്നത്. 13 മുതൽ 19 മാസത്തിനിടയ്ക്കാണ് അത് വരുന്നത്. അതിനുശേഷം താഴത്തെ ആദ്യത്തെ അണപ്പല്ല് വരും 14 മുതൽ 18 മാസത്തിനിടയ്ക്ക്. പിന്നെ വരുന്നത് നമ്മുടെ കോർണറിലുള്ള പല്ല്, അതായത് കോമ്പല്ലാണ് പിന്നെ വരുന്നത്. അത് ആദ്യം വരുന്നത് മുകളിലാണ്, 16 മുതൽ 22 മാസത്തിനിടയ്ക്കാണ് അത് വരുന്നത്. അതിനുശേഷം താഴെ 17 മുതൽ 23 മാസത്തിനിടയ്ക്ക് താഴത്തെ പല്ല് വരും. അവസാനമായിട്ടാണ് അവസാനത്തെ അണപ്പല്ല്, അതായത് രണ്ടാമത്തെ അണപ്പല്ല് വരുന്നത്. ആദ്യം താഴത്തെ അണപ്പല്ലാണ് വരുന്നത്. 23 മുതൽ 31 മാസത്തിനിടയ്ക്കാണ് അത് വരുന്നത്. അതിനുശേഷം 25 മുതൽ 33 മാസത്തിനിടയ്ക്കായിട്ട് മുകളിലത്തെ അവസാനത്തെ അണപ്പല്ല് വരും. ഞാനീ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ഇറപ്ഷൻ പാറ്റേൺ ആണ്. എല്ലാ കുട്ടികൾക്കും ഇതേ ഒരു ക്രൈറ്റീരിയ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ചില കുട്ടികൾക്ക് കുറച്ച് ലേറ്റ് ആണ്. ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് കുട്ടികൾക്ക് 6th മന്തിൽ തന്നെ, ഒരുപാട് പേർക്കും 6th മന്തിലല്ല പല്ല് വരുന്നത്, ഒരു 8 മന്ത്സ് 10 മന്ത്സ് 1 വയസ്സിലൊക്കെ പല്ല് വരുന്ന കുട്ടികളും ഉണ്ട്. ഇങ്ങനെ ഡിലേ ആവാൻ പല കാരണങ്ങളും ഉണ്ട്. മെയിനായിട്ട് കുട്ടികൾക്ക് കണ്ടുവരുന്നത് മോണ ചിലപ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് പുറത്തോട്ട് വരാൻ ഒരു ടൈം എടുക്കുന്നതായിരിക്കും. പിന്നെ ന്യൂട്രീഷനും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുട്ടികൾക്ക് നിങ്ങൾ ജനിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് മിൽക്കിൽ ആണ് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കാൽഷ്യവും ബാക്കിയുള്ള എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ബ്രസ്റ്റ് മിൽക്ക് വഴിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, അഥവാ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളവരാണെങ്കിൽ എന്തായാലും ഡോക്ടർ ഒരു ഫോർമുല മിൽക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കിട്ടുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ, അതായത് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വൈറ്റമിൻ ഡി ഡ്രോപ്സ് തരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാലും ഇതുപോലെ പല്ലിന്റെ ഇറപ്ഷനൊക്കെ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ടൂത്തിന്റെ ഫോർമേഷന്റെ പല സ്റ്റേജസും നടക്കുന്നത് കുഞ്ഞുങ്ങൾ വയറ്റിലായിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് അമ്മയുടെ ഫുഡും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കുഞ്ഞിന് കാൽഷ്യവും മറ്റും കിട്ടുന്നത്, ഈ പല്ലിനും എല്ലിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും പല്ലിന്റെ ഫോർമേഷനും അതുപോലെ തന്നെ ഇറപ്ഷനും ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മെഡിക്കലി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഡൗൺ സിൻഡ്രോമോ അതുപോലെ എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, ലൈക്ക് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് കുറച്ച് ഡിലേ ആണ് പല്ല് വരാനായിട്ട്. 1 വയസ്സ് 1.5 വയസ്സ് ചിലപ്പോൾ 2 വയസ്സ് വരെയൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് ഡിലേഡ് ആണ് അവർക്ക് പല്ല് വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ പല്ല് വരാൻ ലേറ്റ് ആവുന്നതിനുള്ള കുറച്ച് കാരണങ്ങൾ. അഥവാ പല്ല് വരാൻ നിങ്ങളൊരു ആദ്യത്തെ പല്ല് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നോർമലി വരുന്ന സമയത്തിൽ നിന്നും ഒരു 6 മാസം കൂടി നമുക്ക് എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ 6th മന്തിലാണെങ്കിൽ നമുക്ക് 1 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 വയസ്സിന് ശേഷം പല്ല് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെന്റൽ ഒപ്പീനിയൻ തേടുക, അതായത് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. കുട്ടികളുടെ പല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പീരിഡോണ്ടിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുക്കുക. അപ്പം ഡോക്ടർ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ നോക്കിയാൽ അറിയാൻ പറ്റും, അതായത് പല്ല് ഉണ്ടോ, പല്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്, അത് ഇനി എത്ര ടൈം എടുക്കും പുറത്ത് വരാൻ എന്നുള്ളത് ഡോക്ടറിന് പറയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ 1 വയസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണാൻ മറക്കരുത്.
ഇതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ടൂത്ത് ഇറപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒന്ന് ഗം മസാജിങ്, അതായത് കുഞ്ഞ് ഫ്രം ബർത്ത് മുതൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ഫീഡിന് ശേഷവും, അതായത് കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷവും നമുക്ക് കുഞ്ഞിൻ്റെ ഗം ഒന്ന് വൈപ്പ് ചെയ്യണം. അതായത് ചെറിയ ചൂട്, വളരെ ലൈറ്റ് ചൂട്, അത് കുഞ്ഞുങ്ങളുടെ വായിലാണ് നമ്മൾ പിടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വളരെ നേരിയ ചൂടുള്ള വെള്ളം എടുക്കാം ഇതിനായിട്ട്. എന്നിട്ട് അതിൽ ബേബി ഓറൽ ക്ലെൻസിങ് ഏജൻസ് ഉണ്ട്, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പീസ് ഓഫ് ചെറിയ കോട്ടൺ എടുക്കാം, അല്ലെങ്കിൽ പീസ് ഓഫ് ക്ലോത്ത് എടുക്കാം, മസ്ലിൻ ക്ലോത്ത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കാം. അതിനുശേഷം ഈ വെള്ളം ഒന്ന് തൊട്ട് ഇതേ രീതിയിൽ വേണം, അതായത് തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ മോണ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം, മുകളിലും അതുപോലെ തന്നെ താഴെയും. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കാൻ പാടില്ല, ലൈറ്റ് പ്രഷറിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി കുഞ്ഞുങ്ങളുടെ ഗമ്മ് ക്ലീൻ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ ഗമ്മ് നല്ല ഷേപ്പായി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആക്ച്വലി ഇതൊരു ഗം സ്റ്റിമുലേഷൻ ആണ്, ഉള്ളിലുള്ള പല്ലിന് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. അങ്ങനെ ഇറപ്ഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നു ഇതുവഴി. ഇനി രണ്ടാമത്തെ കാര്യം ടീതിങ് ടോയ്സ് ഓർ ടീതേഴ്സ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ടീതിങ് ടോയിന്ന് സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഈ ടോയ് നമുക്ക് കുഞ്ഞിനൊരു 4th മന്ത് ആകുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാം. കുട്ടികൾക്ക് പല്ല് വരുന്ന സമയമാകുമ്പോൾ മോണയ്ക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് വരും, അതായത് പെയിൻ ആയിരിക്കും, ചിലപ്പോൾ മോണയ്ക്ക് ഭയങ്കര തരിപ്പായിരിക്കും, എന്ത് കിട്ടിയാലും കുട്ടികൾ വായിൽ വെച്ച് കടിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ആക്ച്വലി ഈ ഇറിറ്റേഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ ഈ ടോയ്ക്ക് പറ്റും. ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോയ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് റെഫ്രിജറേറ്ററിൽ വെക്കുക. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, കാരണം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ക്കകത്തൊരു ലിക്വിഡ് ഉണ്ട്, ഈ ലിക്വിഡ് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് കടിക്കാൻ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മോണയ്ക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, ജസ്റ്റ് താഴെ റെഫ്രിജറേറ്ററിൽ വെച്ച് ഒരു 5 to 10 minutes ഒന്ന് കൂൾ ചെയ്യുക. അതിനുശേഷം നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തണുപ്പും കൂടി ആകുമ്പോൾ അവരത് കടിക്കുമ്പോൾ ആക്ച്വലി ആ തണുപ്പ് കുഞ്ഞുങ്ങളുടെ മോണയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസം കൊടുക്കും. അതുപോലെ തന്നെ ഇതൊരു മസാജിങ് എഫക്റ്റ് കൊടുക്കും ഗംസിന്. അപ്പോൾ ഈ ഒരു സ്റ്റിമുലേഷൻ വഴി ഉള്ളിലുള്ള പല്ലിന് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും, അങ്ങനെ ഇറപ്ഷൻ ഒന്ന് ഫാസ്റ്റ് ആക്കും. സോ ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം, ഗം മസാജിങ്ങും ടീതിങ് ടോയ്സും. അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമുക്ക് ഇറപ്ഷനെ പറ്റി പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.